ജസ്റ്റ് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് ഒരു 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 സാധനം കഴിഞ്ഞ ഇടയിൽ കൂടെ കിട്ടും. അത് പറയാതെ വയ്യ. ഒരുപാട് ചെറുപ്പക്കാരെ പ്രതിനിധാനം ചെയ്യുന്ന കറക്റ്റല്ലേ ഒരു ക്യാരക്ടറാണ്. അതല്ല അങ്ങനെ പറഞ്ഞു. ഇതിന്റെ റീലുകൾ, ആ ലോഡ്ജിലെ സീനൊക്കെ തമിഴിലും തെലുങ്കിലും ഒക്കെ ആ സീൻ ഡബ് ചെയ്തിട്ട് റീലുകളായിട്ടൊക്കെ തമിഴിലും തെലുങ്കിലൊക്കെ ആക്ടേഴ്സ് നമുക്ക് വാട്സാപ്പിൽ അയച്ചു തന്നത്. ഹാവ് യു സീൻ ദിസ് എന്നൊക്കെ ചോദിച്ചിട്ട് ഞാനത് എപ്പോഴേ കണ്ടു. തിയേറ്ററിൽ ഒരു ഹിറ്റ് എന്ന് പറയുന്ന ഒരു സ്പേസിലേക്ക് പ്രൊഡ്യൂസർ ലാഭകരമായിട്ടുള്ള ഒരു സ്പേസിലേക്ക് നമുക്ക് എത്താൻ പറ്റിയെങ്കിലും ഇതിന്റെ ശരിക്കുള്ള റിസപ്ഷൻ, ഈ സിനിമ ഡിസേർവ് ചെയ്യുന്ന റിസപ്ഷൻ ആ സമയത്ത് നമുക്ക് ഇനി ഈ സിനിമ ആൾക്കാർ കാണാനുണ്ടല്ലോ, ഈ സിനിമ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്, ഈ സിനിമ അങ്ങനെ കാണാതെ പോകേണ്ട സിനിമയല്ല. കാരണം അത് ഭയങ്കര ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്, എഴുതപ്പെട്ടിട്ടുള്ള, ഡയറക്റ്റ് ചെയ്തപ്പെട്ടിട്ടുള്ള, അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. ഇത് കാണാതെ പോകരുതെന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് പക്ഷേ OTT ഇറങ്ങിയപ്പോൾ അതാണ് നല്ല സിനിമയും സത്യസന്ധമായിട്ടുള്ള ഒരു എഫേർട്ടും ഒരിക്കലും ആരും നോട്ടീസ് ചെയ്യാതെ പോവില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം പൊന്മാൻ തന്നെയാണ്. ആ രീതിയിൽ പൊന്മാൻ തിയേറ്ററിൽ OTT ഇറങ്ങിയതിന് ശേഷം ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്യുന്നു. അതായത് ഈ പറയുന്ന റിവ്യൂസ്, എല്ലാ സ്ഥലത്തു നിന്നും റിവ്യൂസ്, നമുക്ക് മലയാളത്തിൽ നിന്ന് മാത്രമല്ല ഇതിൻ്റെ റീലുകൾ, ആ ലോഡ്ജിലെ സീനൊക്കെ തമിഴിലും തെലുങ്കിലും ഒക്കെ ആ സീൻ ഡബ് ചെയ്തിട്ട് റീലുകളായിട്ടൊക്കെ തമിഴിലും തെലുങ്കിലൊക്കെ ആക്ടേഴ്സ് നമുക്ക് വാട്സാപ്പിൽ അയച്ചു തന്നത്. ഹാവ് യു സീൻ ദിസ് എന്നൊക്കെ ചോദിച്ചിട്ട് ഞാനത് എപ്പോഴേ കണ്ടു. അപ്പോ ഇത് ഭയങ്കര റിലേറ്റബിൾ ആണല്ലോ. ഇത് ഇവഞ്ച്വലി ഇത് ഒരു ഗോൾഡിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണെങ്കിൽ പോലും അജേഷിന്റെ ക്യാരക്ടർ, അജേഷിന്റെ ഫൈറ്റ്, അത് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഒരു മെജോറിറ്റിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ്സിൽ നിൽക്കുന്ന ജീവിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാരെ പ്രതിനിധാനം ചെയ്യുന്ന കറക്റ്റല്ലേ ഒരു ക്യാരക്ടറാണ്. അതല്ല അങ്ങനെ പറഞ്ഞു. ക്യാരക്ടർ എന്നുള്ള രീതിയിൽ അജേഷ് ഒരുപാട് പേർക്ക് ഭയങ്കര കൂടെ തന്നെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോഴും അല്ലെങ്കിൽ OTT ഇത് കണ്ടു കഴിഞ്ഞപ്പോഴും അജേഷ് കൂടെ അങ്ങ് പോകുന്നു. ജസ്റ്റ് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് ഒരു 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 സാധനം കഴിഞ്ഞ ഇടയിൽ കൂടെ കിട്ടും. അത് പറയാതെ വയ്യ. അത് സിനിമയ്ക്ക് ഉണ്ടാക്കിയ ഇമ്പാക്ട് ഭയങ്കര തന്നെയായിട്ട് തന്നെ മാറി. ഈ പറയുന്ന വലിയ മസിലോ ശരീരമോ ഒന്നുമല്ല, ഈ മനസ്സിലാണ് ശരിക്കുള്ള മാസ് എന്ന് പലരെയും തോന്നിപ്പിച്ചൊരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ OTT ഇറങ്ങിയതിന് ശേഷം ഈ സിനിമ ശരിക്കും ഡിസേർവ് ചെയ്ത ആൾക്കാരിലെത്തി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. ഇന്ന് അതിൻ്റെ ഭാഗം കൂടെ ആയിട്ടാണ് നമ്മളൊരു സക്സസ് സെലിബ്രേഷൻ എന്നുള്ളൊരു പോയിന്റിൽ ഇവിടെ വന്നിങ്ങനെ ഒരു ജേർണി. ഓരോ ഡിപ്പാർട്ട്മെന്റിലെ ടെക്നീഷ്യൻസ് എല്ലാവരും, സുധി, മേക്കപ്പ്, ഈ പറയുന്ന ഭയങ്കര റിയലായിട്ട് ആൾക്കാരെയൊക്കെ പുറത്തേക്ക് എത്തിക്കാൻ നമ്മളെ മെൽവി, കോസ്റ്റ്യൂം, അതുപോലെ പെട്ടെന്ന് ഇനിയിപ്പോൾ ആരെയും ഇനി ഇവരെ കുറിച്ചൊക്കെ ജോണി ചേട്ടൻ ഒരുപാട് പറയാനുണ്ടാവും. ഞാനിവിടെ വന്നിട്ട് എല്ലാവരെയും കുറിച്ച് ഇത്ര വാചാലനാവേണ്ട കാര്യമില്ല. തിയേറ്ററിൽ വരുമ്പോൾ ആൾക്കാർ തിയേറ്ററിലേക്ക് ഇടിച്ചു കയറി വരാനുള്ളൊരു എക്സൈറ്റ്മെന്റ് ചിലപ്പോൾ തോന്നണമെന്നില്ല. നമ്മൾ കുറച്ചുകൂടെ അതിലൊരു എക്സ് ഫാക്ടർ എന്തെങ്കിലും പുഷ് ചെയ്ത് മാത്രമേ ചിലപ്പോൾ തിയേറ്ററിലേക്ക് ആൾക്കാർ ആ ഒരു കൺവേർഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ അതൊരു നമുക്കൊരു ഭയങ്കര വെല്ലുവിളിയായിരുന്നു ഈ സിനിമ. ഇതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീലും ഭയങ്കര റസ്റ്റിക് ഫീലുള്ള ഒരു സിനിമ. ഇതെങ്ങനെ തിയേറ്ററിൽ കൺവേർഷൻ നടക്കും? നല്ല സിനിമയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ ഇത് തിയേറ്ററിൽ എത്രമാത്രം ഇത് വർക്ക് ചെയ്യും, എത്രമാത്രം ക്രൗഡ് വിളിയാൻ പറ്റും എന്നുള്ളത് മേജർ കൺസേൺ ആയിരുന്നു. എന്നാൽ പോലും നമ്മൾ മാക്സിമം ഇതിനെ പ്രൊമോട്ട് ചെയ്യുകയും നമ്മുടേതായിട്ടുള്ള രീതിയിലൊക്കെ എല്ലാ പ്രൊമോഷൻ, എല്ലാ ആക്ടേഴ്സും ടെക്നീഷ്യൻസും ബാക്കി ഓൺലൈൻ മാർക്കറ്റിംഗ് ടീമും പ്രൊഡക്ഷനും ഒക്കെ എഫേർട്ട് എടുത്തിട്ടാണ് അതിൻ്റെ ഒരു ഇതെത്തിയത്.